ശ്യാം സാറുമായിട്ട് നമ്മൾ നേരത്തെയൊക്കെ പല വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ്. ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കാരണം അതിനുവേണ്ടി എത്രയോ വർഷത്തോളം ആ സ്ക്രിപ്റ്റുമായി ത്യാഗം സഹിച്ചുകൊണ്ട് ഇപ്പോഴും ആ ഒരു കുഞ്ഞൊരു ജന്മം നൽകാൻ വിരുമ്പി നിൽക്കുന്ന ഒരു അച്ഛനാണ് ശ്യാം സാർ എന്നുള്ളതാണ് എനിക്ക് വിലയിരുത്താൻ. കാരണം അദ്ദേഹം കുറെ ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഈ പടത്തിനെ എങ്ങനെയെങ്കിലും ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും. അപ്പൊ പല പ്രതിസന്ധികളും തരണം ചെയ്ത് പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ നിൽക്കുകയാണ്. അതിന് ഹെൽപ്പായിട്ടുള്ള ഞങ്ങള് എപ്പോഴും ഉണ്ട്. അതേപോലെ രാജേന്ദ്രൻ എല്ലാവരും ഒപ്പമുണ്ട്. എന്നെ പരിചയം ആർക്കൊക്കെ പുതിയ കുറച്ച് ആൾക്കാരുണ്ട്. എന്നെ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ട് ആരെങ്കിലും. ഞാനും ഇതുപോലെ 2000 കളിയാട്ടം എന്ന് പറയുന്ന സിനിമയിൽ ബാലതാരമായി അഭിനയ രംഗത്ത് വന്നു. ഇന്ന് 2025 1500 മോളിൽ സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായിട്ടും കാഴ്ചവെച്ചു. 150 സീരിയലുകളിൽ മേക്കപ്പും അസിസ്റ്റന്റും ആൽബം ഷോർട്ട് ഫിലിം നായകനായിട്ടും ഉപനായകനായിട്ടും എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള തെക്കുവടുത്തി എന്ന് പറയുന്ന സിനിമ, കള്ളൻ ഭഗവതി, പിന്നെ അതുപോലെ കുറെ സിനിമകൾ, ഇഷ്ടംപോലെ സിനിമകൾ റേച്ചിൽ വെയിറ്റിംഗ് ആണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ പി ചന്ദ്രകുമാർ സാറിന്റെ വലിയ വലിയ ഡയറക്ടർ 175ഓളം പടങ്ങൾ ചെയ്ത സാറിന്റെ പ്രേം നസീർ സാറ്, സത്യൻ സാറ്, ജയൻ സാറ്, മമ്മൂട്ടി, മോഹൻലാലെ പോലെയൊക്കെ വെച്ച് ചെയ്ത സാറിന്റെ ഒരു പടത്തിലും മേക്കപ്പ് മാനായിട്ട് എനിക്ക് തുടരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അതിയായ സന്തോഷവും സ്നേഹവും ഈ വ്യക്തിയിൽ അറിയിക്കുകയാണ്. വാസവദത്ത എന്ന് പറയുന്ന സിനിമ ഒരു ക്ലാസിക് മൂവിയാണ്. ആ ക്ലാസിക് മൂവി മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടാവും. ആ വാസവദത്ത എന്ന സംരംഭം എത്രയും പെട്ടെന്ന് തന്നെ അത് ഷൂട്ടിംഗ് പൂർത്തിയാക്കി അത് നല്ല രീതിയിൽ തന്നെ മലയാള സിനിമയിൽ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലും അതുകൂടാതെ തന്നെ എത്രയൊക്കെ ഭാഷകളിൽ മൊഴി മാറ്റാൻ പറ്റുമോ അത്രയും ഭാഷകളിൽ മൊഴി മാറ്റുകയാണെങ്കിൽ അതും നല്ലൊരു ബിസിനസ്സാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ വാസവദത്ത എന്ന് പറയുന്ന സിനിമ ചെറുതല്ല, അതൊരു വലിയൊരു മലയാണ്. അപ്പൊ നമ്മള് ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ടാവും, 4 ആളുണ്ട് 5 ആളുണ്ട്, അതൊന്നും കാണണ്ട. 2 ആള് വെച്ച് തുടങ്ങിയ സാധനമാണ് സൂപ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും. അപ്പൊ വാസവദത്ത എന്ന് പറയുന്ന സിനിമ ഒരു ക്ലാസിക് മൂവിയായിരിക്കും. അവാർഡുകൾ വാരി കൂട്ടാനുള്ള പല ചാൻസുകളും വാസവദത്തയ്ക്കുണ്ട്. ഈ വാസവദത്ത ടീമിന്റെ ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും സ്നേഹവും നിങ്ങൾ ഓരോരുത്തരും അറിയിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.